നമസ്കാരം. കലിയുഗമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പലർക്കും വേദനകളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വേദം അറിവ് ജ്ഞാനമില്ലാത്തടത്താണ് വേദന വരുന്നത്. ഇത് പറയാൻ കാര്യം, എന്നെ കാണാൻ വരുന്ന മിക്കവരിലും എടുത്ത ദുഃഖങ്ങളാണ്. പലർക്കും കുടുംബത്തിൽ മനസമാധാനം ഇല്ല, കുടുംബത്തിൽ ഭർത്താവ് കുടിയാണ്, അല്ലെങ്കിൽ ഒരു രീതിയിൽ സമാധാനമില്ല, 10 പൊരുത്തം നോക്കി കെട്ടിയതാണ്, ഒരു രീതിയിലും ഐക്യത്തിൽ പോകുന്നില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അവർ തന്നെ പറയും ജ്യോതിഷമൊക്കെ നോക്കി 10 പൊരുത്തമായിട്ട് കെട്ടിയതാണ്, പക്ഷെ ഒരു രീതിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചിലവർക്ക് ചില വിധികളുണ്ട്. ഇന്ന ആളെ കല്യാണം കഴിക്കുക, ഇന്ന ദുരിതങ്ങൾ അനുഭവിക്കുക എന്നൊരു വിധി, ആ വിധിയിൽ കുടുങ്ങി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ. പക്ഷേ ഇന്ന് യാദർച്ഛികമായി വിധി മാറ്റിയ ആളുടെ ഒരു ഫോൺ കോൾ വന്നു. അയാൾ ഗുരുവായൂർ പോയി, അയാളുടെ ജീവിതം മാറി മറിഞ്ഞു, വിവാഹ ജീവിതം തിരിച്ചു കിട്ടി എന്ന് വെച്ചാൽ അവർ പ്രണയത്തിൽ എന്തോആണ്, അത് പിരിഞ്ഞു പോയി. പക്ഷെ ഗുരുവായൂർ പോയി എന്തോ ഒരു വഴിപാട് നടത്തിയ പിന്നെ അത് തിരിച്ചു കിട്ടി. കൃഷ്ണൻ എന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തും. ഗുരുവായൂരപ്പൻ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ തരും, പക്ഷെ നിർണായക ഘട്ടങ്ങൾ നിങ്ങൾ സത്യസന്ധമായി ഗുരുവായൂരപ്പ ഭക്തയാണെങ്കിൽ, നിഷ്കളങ്കമായി വിളിച്ച നിർണായക ഘട്ടങ്ങളിൽ ഗുരുവായൂരപ്പ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ, പല ഉദാഹരണങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റി തന്നതായിട്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ പ്രണയബന്ധങ്ങൾ, ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ വിവാഹം, ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാവും. ഞാൻ പണ്ട് പറഞ്ഞു, ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ വിവാഹം ചെയ്ത 100% ദുരിതങ്ങളാണ്. 12 വർഷം കഴിയുമ്പോൾ അവർ വേർപിരിയും. എല്ലാ ട്വിൻ ഫ്ലെയിംസ് അല്ല, കർമ്മബന്ധിതമുള്ള ട്വിൻ ഫ്ലെയിംസ്, കർമ്മം ഒരുപാട് തീർക്കാൻ നിൽക്കുന്ന ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് ദുരിതമാണ്. ട്വിൻ ഫ്ലെയിം ദേവത ഗുരുവായൂരപ്പൻ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ട്വിൻ ഫ്ലെയിം ദേവത, ട്വിൻ ഫ്ലെയിം ആണ് ഒരുപാട് പ്രശ്നം. നിങ്ങൾ ഗുരുവായൂർ പോയി പ്രാർത്ഥിച്ചു നോക്കൂ, ഒരു പരിധി വരെ പ്രശ്നം മാറ്റി കിട്ടും. ഗുരുവായൂരപ്പം വിചാരിച്ച തീരാത്ത പ്രശ്നങ്ങളില്ല. അത് എന്ത് പ്രശ്നങ്ങളാവട്ടെ, ഗുരുവായൂരിന്റെ സാന്നിധ്യം. അപ്പൊ എന്നെ കാണാൻ വരുന്നതിന്റെ ഭൂരിഭാഗം സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്, ലൂപ്പിൽ കിടന്ന് കറങ്ങിയാണ്, ഓരോ ബുദ്ധിമുട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ജീവിതത്തിൽ മനസ്സമാധാനമില്ല. പലരും പറയും, ഞാൻ പറയും പൂർവ്വജന്മം നോക്കിയാൽ കല്യാണം കഴിക്കാമെന്ന് ഞാൻ എപ്പോഴും പറയും. 10 പൊരുത്തത്തിലൊന്നും യാതൊരു കാര്യമില്ല. പൂർവ്വജന്മം നോക്കി അനുകൂലമാണെങ്കിൽ, ശത്രുഭാവമാണെങ്കിൽ മാറ്റണം. ഇപ്പൊ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ നമ്മളവിടെ വന്ന് ചോദിക്കും, മുൻകൂറായിട്ട് വിധി എഴുതി അവർ വരും, നല്ലതേ പറയത്തുള്ളൂ. പക്ഷെ നമുക്ക് കാണുന്നതല്ലേ പറയാൻ പറ്റൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചില ശത്രുഭാവത്തിൽ ഇവർ പൂർവ്വജന്മം എടുക്കുമ്പോൾ ശത്രുഭാവത്തിൽ ഞാൻ പറയും ഇത് ചേർക്കരുത്, പക്ഷെ അവർ ഇഷ്ടം കൊണ്ട് ചേർക്കും, ഒരുപാട് ദുരിതം. പറഞ്ഞു വരുന്നത്, ചിലർക്ക് ചില വിധികളുണ്ട്, ആ വിധിയിൽ കുടുങ്ങി പരിഹാരമില്ലാതെ, ചില പ്രശ്നങ്ങൾ എടുക്കാൻ പരിഹാരം ഇല്ലെന്ന് പറയാറുണ്ട്. ചില പരിഹാരങ്ങളില്ലാതെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഗുരുവായൂർ പോയാൽ ഒരുപാട് തൃശ്ശൂർക്കാർ എനിക്ക് അസൂയോടെ നോക്കുന്ന ഒരേ ഒരു കാര്യം, ഗുരുവായൂർ അവിടെ അവർക്ക് വിളിയേക്കുന്ന ഒരു ദേവതയുണ്ട്, ഗുരുവായൂരപ്പൻ. അപ്പം ഞാൻ പറഞ്ഞു, വിധിയിൽ കുടുങ്ങി ചില വിവാഹ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ, ചിലതിലും പരിഹാരമില്ല. ഞാൻ പറയും പരിഹാരമില്ല, ഗുരുവായൂർ പോയെന്ന് വഴിപാട്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പരിഹാരം പറയും, അത് ചെയ്തു നോക്കുക. അത് മാത്രമാണ് ഏക പ്രതിവിധി. ഗുരുവായൂർ പോയി ജീവിതം തിരിച്ചു പിടിച്ച ഒരുപാട് പേരെ എനിക്കറിയാം. ഇപ്പൊ ട്വിൻ ഫ്ലെയിംസ്, കർമ്മിക് ബോൺസ് ആയിട്ടൊക്കെ ഒരുപാട് പേര്, ചേരാൻ പാടില്ലാത്തവർ ചേരുമ്പോൾ ഒരു വിധിയുണ്ട്, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന വിധി. അതായത് ജീവിതകാലം മുഴുവൻ ദുരിതം അനുഭവിക്കണമെന്നില്ല. ഗുരുവായൂരപ്പന്റെ ഭക്തയാണെങ്കിൽ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവിടെ ഏകാദശി ദിവസം പോയി രണ്ടുപേരും അവിടെ പോയി എന്തെങ്കിലും സമർപ്പിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ടാണ്. ഗുരുവായൂരപ്പൻ വിചാരിച്ചാൽ എന്ത് പ്രശ്നവും അതിന് പരിഹാരം കണ്ടെത്തുന്നതാണ്. വിളിക്കേണ്ടതുപോലെ വിളിക്കണം, അല്ലാതെ ഗുരുവായൂർ പോയി റീലും ചെയ്ത് യൂട്യൂബ് പ്രമോഷന് വേണ്ടി അവിടെ പോയി ചെയ്യുന്ന ആ ഒരു ഭക്തിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിഷ്കളങ്കമായ ചില ഭക്തികളുണ്ടല്ലോ, ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഭക്തി, അല്ലാതെ അവിടെ പോയി സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടാനും അല്ല. നിഷ്കളങ്കമായ ചില ഭക്തികളുണ്ട്. അവിടെ പോയി ഗുരുവായൂരപ്പനൊക്കെ, ഞാൻ ഗുരുവായൂരപ്പന്റെ ദർശനം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഞാൻ മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഞാൻ 2022 നവംബർ 28 ഗുരുവായൂരപ്പന്റെ ദർശനം രാത്രി 1 മണിക്ക് എനിക്ക് കിട്ടിയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഒരാളുണ്ട്, അവിടെ സാന്നിധ്യം, അവിടെ ബൃഹസ്പതിയുടെ ഒരു ഊർജ്ജമുണ്ട്. പക്ഷെ ചിലരെ ഒറ്റപ്പെടുത്തും. നിങ്ങൾ ഗുരുവായൂരപ്പനെ വിളിക്കുമ്പോൾ ഒരുപാട് ഒറ്റപ്പെടുത്തലുണ്ട്, ആരും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങളുടെ കടന്നു പോകും. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ, ആരുമില്ലാത്ത സാഹചര്യങ്ങളുടെ. പക്ഷേ നിർണായക ഘട്ടങ്ങൾ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഗുരുവായൂരപ്പൻ ഒറ്റപ്പെടുത്തും, നിങ്ങൾ ആരുമില്ലാത്ത, അത് നിങ്ങളുടെ കർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് സോൾവ് ചെയ്ത് നിങ്ങൾ ഒറ്റപ്പെടുത്തി നിങ്ങൾക്ക് ജീവിതം മതിയായി എന്നൊരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. പക്ഷെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തും. അതിപ്പോ പരിഹരിക്കാൻ പറ്റാത്ത കർമ്മിക്കായിട്ടുള്ള ബോണ്ടാവട്ടെ, ട്വിൻ ഫ്ലെയിം ബോണ്ടാവട്ടെ, അവിടെ പോയി നമ്മൾ ഗുരുവായൂരപ്പൻ ഉണർന്നിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. എല്ലാ സമയങ്ങളിലും അല്ല, ചില നിർണായക സമയങ്ങളിൽ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം കിട്ടുന്ന സമയങ്ങളുണ്ട്. ഇപ്പം ഗുരുവായൂർ നടത്തുന്ന എല്ലാ കല്യാണവും സക്സസ് ആവാറില്ല. ചില വിവാഹ ജീവിതങ്ങൾ ഒരുപാട് സക്സസ് ആണ്. ഗുരുവായൂർ വെച്ച് നടക്കുന്ന ചില വിവാഹം ഫ്ലോപ്പ് ആവാറുണ്ട്. അതിന് പ്രധാന കാരണം അവിടുത്തെ ദേവത ഉണർന്നിരിക്കുന്ന ചില സമയങ്ങളുണ്ട്.
ആ സമയത്ത് നിങ്ങൾ പോയി നിങ്ങളുടെ പ്രശ്നം പറഞ്ഞു നോക്കും 100%. ഇപ്പം കർമ്മിക് ബോണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ദുരിതങ്ങളായ ഒരു വക്കീൽ വന്നിരുന്നു. അയാൾ ചോദിച്ചത് ഒരുപാട് ദുരിതങ്ങളാണ്. ഇപ്പം ഞാൻ ചില സമയം പറഞ്ഞു കൊടുത്തു, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഗുരുവായൂർ പോയി ഈ വഴിപാട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 100% അവിടെ ഫലം കണ്ട്. ഇപ്പം പ്രശ്നങ്ങളില്ലെന്നല്ല, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് മാറി കടക്കാൻ പറ്റി. അദ്ദേഹത്തിന് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ചില വിധികൾ നോക്കാം, പരിഹാരമില്ല, അത് നിങ്ങൾക്ക് ഇതൊരു വിധിയാണ്, നിങ്ങൾ പൂർവ്വജന്മം കൊണ്ടുള്ള വിധി, നിങ്ങൾ ഇവിടെ എത്തിച്ചേരണം, ഇതിന് പരിഹാരമില്ല എന്ന് നിങ്ങൾ തളർന്ന്, അല്ലെങ്കിൽ ഇപ്പം എന്തോ ആവട്ടെ, ഇപ്പൊ ഡോക്ടർമാരൊരു വിധി എഴുതി ഇനി പരിഹാരമില്ല, നിങ്ങൾ ഗുരുവായൂർ പോയി പറഞ്ഞാൽ ഗുരുവായൂർ അവിടെ പരിഹരിക്കാത്തൊരു വിഷയങ്ങളില്ല. നിങ്ങൾ അവിടെ ഗുരുവായൂരപ്പൻ ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രശ്നമായി പറഞ്ഞാൽ 100% അതിന് ഫലം കാണും. ചില സ്ത്രീകളെ ഗുരുവായൂരപ്പൻ ചില ഒറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാവും. ചില ഈ ഗുരുവായൂരപ്പനെ ഭജിച്ച ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളുണ്ടാവും, ഒരുപാട് ഒറ്റപ്പെടലിലൂടെ കടന്നു പോകേണ്ടി വരും. അതൊക്കെ ഞാൻ മുൻകൂറാ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം പൂർണ്ണമായിട്ട് നിങ്ങളെ വട്ടപൂജ ആക്കത്തില്ല. ഒരു കാലഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം തന്നെ പിടിച്ചുയർത്തുകയും ചെയ്യും. ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളുണ്ടാവും, അതിന് യാതൊരു സംശയമില്ല. ഗുരുവായൂർ ഭക്തയാണോ 100% ഒരുപാട് പരീക്ഷണ ഘട്ടം. ഗുരുവായൂരപ്പന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കുന്ന കുഞ്ഞു ചൈതന്യം, ഒരു കുഞ്ഞു കുട്ടിയൊക്കെ അതിന്റെ ഒരു ചൈതന്യമുണ്ട്. അത് എത്രത്തോളം നിങ്ങളെ കളിപ്പിക്കുക. ഇതൊരു മായാലോകമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി. ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഇതൊരു മായാലോകത്താണ് നിങ്ങൾ തെളിയിക്കാൻ. ഇവിടെ നിങ്ങളെ ഒരുപാട് ഒറ്റപ്പെടുത്തൽ തരും, ഒരുപാട് വേദനകൾ തരും. അദ്ദേഹത്തിന്റെ ലോകം മാത്രമാണ് കറക്റ്റ്, അദ്ദേഹത്തിന്റെ ലോകം മാത്രമാണ് സത്യമായിട്ടുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം വരെ നിങ്ങൾക്ക് പരീക്ഷണ ഘട്ടങ്ങളുണ്ടാവും. നിങ്ങൾ തന്നെ വിചാരിക്കും, നിങ്ങൾ അവസാനം ഗുരുവായൂരപ്പനെ വെറുക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവും. കാരണം വെച്ചാൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് പറഞ്ഞത്, എല്ലാവരിലും അല്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പൻ ഒരുപാട് ഒറ്റപ്പെടുത്തൽ കൊടുക്കും, ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ കൊടുക്കും. അവരെ പൂർവ്വജന്മം എടുക്കുമ്പോൾ മനസ്സിലാവും, പൂർവ്വജന്മത്തിലും ഗുരുവായൂർ ഭക്തയായിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ചില കർമ്മിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാകും പരിഹരിക്കാൻ. അത് മാറ്റാൻ വേണ്ടി ഒരുപാട് ഘട്ടങ്ങൾ അങ്ങനെ കൊടുക്കും. പക്ഷെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം പിടിച്ചുയർത്തുകയും ചെയ്യും. ഇന്ന ജ്യോതിഷൻ ഇത് പറഞ്ഞു, ഇന്ന ജ്യോതിഷൻ. ഇപ്പൊ ഞാനും ചില പ്രശ്നങ്ങൾ എടുക്കും, ചിലതിന് പരിഹാരം കാണാറില്ല, ചിലതിനൊന്നും പരിഹാരമില്ല, ചിലതിനൊക്കെ പരിഹാരമുണ്ട്, ചിലതൊക്കെ വിധിയാണ്, ഇയാൾ അവിടെ എത്തിച്ചേരണം. ചില പെൺകുട്ടികൾക്ക് ചില വിധികളുണ്ട്. അതുപോലെ അങ്ങനെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്ക് 100% പരിഹാരം ഉണ്ടാക്കുന്ന തലവിധി മാറ്റിത്തരും. അതാണ് ഗുരുവായൂരപ്പന് പ്രത്യേകത. തലവിധി 100% തലവിധി മാറ്റിത്തരും. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് 100% ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നിമിത്തവും കിട്ടും. നിമിത്ത ശാസ്ത്രം നോക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഗുരുവായൂരിലെ ഏകാദശി ദിവസമോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏകാദശി ദിവസമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഗുരുവായൂരപ്പൻ ഉണർന്നിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്, ദേവതയുടെ ചൈതന്യം കൂടി നിൽക്കുന്ന ചില നിമിഷങ്ങൾ, അത് നോക്കാൻ അറിയുന്നവർക്ക് അറിയാം. ആ സമയത്ത് നിമിത്തങ്ങൾ കിട്ടും. പിന്നെ എല്ലാം തലവിധി എന്നല്ല, ചിലതൊക്കെ ഈ ജന്മം ചെയ്തു കൂട്ടുന്നതിന്റെ ഫല. ചില ശാപങ്ങൾ നിങ്ങളെ വേട്ടയാടും. ചില ശാപം, എന്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരനുണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ, അയാൾ റിട്ടയർഡായി, പക്ഷെ അയാൾക്ക് ദുരിതമാണ്. അയാളുടെ കുടുംബ ജീവിതത്തിൽ മുഴുവൻ ദുരിതങ്ങളാണ്. അത് അദ്ദേഹത്തിന് ഒരുപാട് ദുരിതം. അയാളുടെ പഴയ കാലം നമ്മൾ നോക്കുമ്പോൾ അയാൾ ഒരുപാട് ക്രൂര കൃത്യങ്ങൾ, പോലീസുകാരിൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, ക്രൂര കൃത്യങ്ങൾ ചെയ്ത് അതിന്റെ അനന്തരം അതിന്റെ ശാപങ്ങൾ ഇയാളുടെ തലമുറ വേട്ടയാണ്. അയാൾക്ക് നോക്കുമ്പോൾ അതിന്റെ ഒന്നും പരിഹാരമില്ല. ചില പരിഹാരങ്ങൾ ഈ ചെയ്തു കൂട്ടിയതിന്റെ ഫലങ്ങൾ ചിലതും അനുഭവിച്ചേ പറ്റുള്ളൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവൻ തന്നെ അനുഭവിച്ചേ പറ്റൂ. 100% ഈ അധികാരം നമ്മുടെ കയ്യിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന ചില ഇതുണ്ടല്ലോ. നമുക്ക് നാളെ ഒരു കുറച്ച് പീരീഡ് മാത്രമാണ് നമ്മുടെ ഭൂമിയിലുള്ളത്. മാക്സിമം ഒരു 1008 പൂർണ്ണ ചന്ദ്രന്മാരെ കാണാൻ 84 വയസ്സ് വരെ മാത്രമേ നമ്മുടെ ഇപ്പം ഭൂമിയിൽ ഉണ്ടാവുള്ളൂ മാക്സിമം. ആ സമയത്ത് നമുക്ക് ചില അധികാരങ്ങളും പണവും വന്നു ചേരുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന ചില കർമ്മങ്ങളുണ്ടല്ലോ. അങ്ങനെ ചെയ്തു കൂട്ടിയതാണ് ആ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ചില ദുരിതങ്ങൾ, ആയ കാലത്ത് ചെയ്തു കൂട്ടിയതിന്റെ ഫലങ്ങൾ, അതിന്റെ ശാപങ്ങൾ, ഒരുപാട് കുടുംബം മുഴുവൻ ഇല്ലാതായി പോയെന്ന് തന്നെ പറയാം. അപ്പൊ ചിലതിനൊന്നും പരിഹാരമില്ല, ചിലതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്തു കൂട്ടിയ നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ച. കലിയുഗത്തിൽ മിക്കതിന് പരിഹാരമില്ല. പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ പോലും പരിഹരിക്കാൻ ഒരുപാട് പ്രയാസമാണ്. അപ്പം നമ്മൾ പൂർവ്വജന്മത്തിലെ കർമ്മം പരിഹരിക്കാൻ നമുക്ക് ജന്മജന്മാന്തരങ്ങൾ എടുത്തെടുത്ത് വരുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ നമുക്ക് ഈ അധികാരം പണം കയ്യിൽ വരുമ്പോഴും അധികാരം കയ്യിൽ വരുമ്പോഴും മനുഷ്യന് ഒരു നിയമമേ ഉള്ളൂ, ശക്തനോട് എപ്പോഴും ബഹുമാനം, സമനോട് എപ്പോഴും ബന്ധുത്വം അല്ലെങ്കിൽ സൗഹൃദം, ദുർബലനോട് ആധിപത്യം. ഈ പോലീസ് അധികാരമുള്ളവരും പണമുള്ളവൻ അധികാരമുള്ളവൻ ഈ ഒരു നിയമമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെയ്തു കൂട്ടുന്ന ചില പാപങ്ങളുണ്ട്. ഈ പാപത്തിന് അനന്തരം ചില ശാപങ്ങൾ വേട്ടയാടി. ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഇതിനൊന്നും പരിഹാരമില്ല. ഈ പ്രശ്നം വെച്ച് നോക്കേണ്ട ഇതിൽ 10-30 പേര് ദിവസം വരാറുണ്ട്. വരുമ്പോൾ ചിലതിനൊക്കെ പരിഹാരമുണ്ട്, ചിലതിനൊക്കെ ചില വിധികൾ മാറ്റാൻ പറ്റും. പിന്നെ അന്ന് ആ പോലീസുകാരൻ എൻ്റെ അടുത്ത് വേറെ പരിഹാരം ഇല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കീലായിരുന്നു.
പിന്നെ ഞാൻ ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം അയാൾ ആത്മഹത്യ ജീവിതം തിരിച്ച് ചെറുതായിട്ട് പച്ച പിടിച്ച് വന്നെന്നാണ് പിന്നെ കേട്ടത്. കുടുംബം മുഴുവൻ അത് എന്താണ് പ്രശ്നം എന്ന് പറയുന്നില്ല, ആത്മഹത്യ വക്കിലായിരുന്നു. അത്രയും ചില ശാപങ്ങളാണ് അയാൾ ചെയ്തു കൂട്ടിയതിന്റെ ചില അധികാരം കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയതിന്റെ പാപത്തിന്റെ ഫലം. അതാണ് പറയുന്നത്, കലിയുഗത്തിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അത് അനുഭവിച്ചേ പറ്റൂ, അതിന് യാതൊരു സംശയവും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അത് ഇന്നല്ലെങ്കിൽ നാളെ. ചിലവർ പറയും ഈ പൂർവികര് ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണ് ഈ തലമുറ അനുഭവിക്കണേന്. നല്ലത് ചെയ്താൽ 7 തലമുറ നല്ലതാണ്. ചില സർപ്പക്കാവുകളുണ്ട്, ചില കാവുകൾ നിലനിർത്താൻ പറയും. ഈ കാവുകൾ നിലനിർത്തേണ്ട ഉദ്ദേശം ആ ഊർജ്ജം നിലനിൽക്കുന്നത് 7 തലമുറ ഗുണം ചെയ്യും. അത് ഇടിച്ചു തകർത്ത്, ചിലവരറിയാം സ്ഥലമില്ല ഭൂമിക്ക് വേണ്ടി, അതിലൊന്നും വലിയ കാര്യമില്ല, ഇടിച്ചു തകർത്ത് ആ ഭൂമി ഇടിച്ചു തകർത്ത് വിറ്റ് ദുരിതത്തിലാവുന്ന ഒരുപാട് പേര്. അതിന് പരിഹാരമില്ല. ഈ കുടുംബക്ഷേത്രം സംരക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മൂലാധാര ചക്രം തകർന്നു പോകും, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരും. ഒരുപാട് 7 തലമുറ നിലനിർത്താൻ വേണ്ടി, 7 തലമുറയ്ക്ക് ഐശ്വര്യത്തിന് വേണ്ടിയാണ് കുടുംബക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. തലമുറയെ ബാധിക്കും. അതുകൊണ്ട് കുടുംബക്ഷേത്രത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ അനന്തര ഫലം അനുഭവിച്ചേ പറ്റും. അതിന് വേറൊരു പരിഹാരമോ ഈ പൈസ കൊണ്ട് അത് മാറ്റിക്കളയാന്നോ ഈ ചിലർ ആവാഹിച്ച് മാറ്റാനൊന്നും പറ്റില്ല. അതിന്റെ ആ കുടുംബക്ഷേത്രം സംബന്ധിച്ചോളം നമ്മുടെ മൂലാധാര ചക്രവുമായിട്ട് കണക്ഷനുണ്ട്. നിങ്ങളുടെ കുടുംബക്ഷേത്രം സംബന്ധിച്ച് എന്ത് അവിടെ പ്രശ്നം വന്നാൽ നിങ്ങളുടെ ആ തലമുറയിൽപ്പെട്ടവരുടെ മൂലാധാര ചക്രത്തെ ബാധിക്കും. അപ്പൊ ഇതിനൊന്നും പരിഹാരമില്ല. പക്ഷെ ചില പരിഹാരങ്ങൾ ഗുരുവായൂർ പോയി ശ്രീകൃഷ്ണനെ സമർപ്പിച്ചാൽ അവിടെ ഗുരുവായൂരിലെ കൃഷ്ണൻ തലവിധി മാറ്റിത്തരും, അതിന് യാതൊരു സംശയമില്ല. ചില ദുരിതങ്ങൾ, ചിലതിനൊന്നും പരിഹാരം ഇല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ചില ഗുരുവായൂർ ദർശനം, ചില ദിവസങ്ങളിലെ ഗുരുവായൂർ ദർശനം, ഗുരുവായൂർ ഉണർന്നിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ സമയത്ത് നിങ്ങളെ ദുരിതങ്ങൾ പോയി പറഞ്ഞാൽ, ഇപ്പൊ വിവാഹ സംബന്ധമായിട്ട്, പ്രണയ സംബന്ധമാവട്ടെ, സാമ്പത്തികമാവട്ടെ, ഗുരുവായൂരപ്പം ദുരിതം മാറ്റിത്തരും. മനസ്സിലായില്ലേ? ചില പ്രശ്നങ്ങൾ ചിലവരെ കാണുമ്പോഴായിരുന്നു നമ്മൾ ഈ കബഡി നേരത്തെ പ്രശ്നം വെച്ച് നോക്കുമ്പോഴായിരുന്നു ഇയാൾക്ക് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം കാണാം, ഐശ്വര്യങ്ങൾ കാണാം. ജാതകത്തിൽ വലിയ യോഗങ്ങളോ രാജയോഗങ്ങളോ ഒന്നും കാണത്തില്ല, പക്ഷെ ഇയാൾക്ക് ഗുരുവായൂരപ്പന്റെ കടാക്ഷങ്ങൾ കാണാം. ചിലവരെ കാണുമ്പോൾ ലക്ഷണശാസ്ത്രപ്രകാരം ചിലവരെ കാണുമ്പോൾ അറിയാം. അപ്പൊ ഗുരുവായൂരപ്പന് ഒരുപാട് നമ്മുടെ വിധി മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? ഗുരുവായൂരപ്പനെ നിഷ്കളങ്കമായ ഭക്തിയോടെ ഗുരുവായൂരപ്പനെ അപ്രോച്ച് ചെയ്ത, ഗുരുവായൂരപ്പനെ കാണാൻ പോയാൽ അദ്ദേഹം നമ്മുടെ തലവിധി മാറ്റിത്തരും, അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഗുരുവായൂരപ്പൻ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ ഭക്തയായാൽ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ നിങ്ങളൊന്നും ഒരു പേടിക്കേണ്ട. അതിന്റെ പേരിൽ ഒരുപാട് ഫോൺ കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ പരീക്ഷണ ഘട്ടങ്ങളുണ്ടോ, ഉണ്ടാവും. പക്ഷെ ഒരു നിർണായക ഘട്ടങ്ങളിൽ ഗുരുവായൂരപ്പൻ തന്നെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാണ് നിങ്ങളെ മുന്നിലെങ്കിൽ ഇനി ഒരു പരിഹാരവും ഇല്ല, മുമ്പിൽ ഇരുട്ട് മാത്രമാണ്, ഒന്നും നമുക്കൊരു വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട്, ഇപ്പോൾ അത് വിവാഹ സംബന്ധമായിട്ട്, പ്രണയമാവട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട്, നിങ്ങൾ ധൈര്യമായിട്ട് ഗുരുവായൂർ പോയി, ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമുള്ള സമയത്ത് പോയി നിങ്ങളുടെ പ്രശ്നം പറഞ്ഞു നോക്ക്. 100% ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അത് അനുഭവം കൊണ്ട് പറയുന്നതാണ്, വെറുതെ പറയുന്നതല്ല. ഗുരുവായൂരപ്പനെ മുറുകെ കൈപിടിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതം തിരികെ കിട്ടും.